അതെ, നമ്മൾ ജർമ്മനിയിലെ കുറച്ച് വിത്തുകളൊക്കെ നട്ടതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് മുളച്ച് വന്നതിൻ്റെയും കാണിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിക്കാവേ. ഇത് ടെറസിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ടെറസിൽ നമ്മൾ നട്ട നമ്മുടെ ബീട്രൂട്ടാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നു. ക്യാരറ്റൊക്കെ പയ്യെ മണ്ണിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് കാണാനായി വരുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ? അതുപോലെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇത് സവോളയാണ്. അടിപൊളിയായിട്ടൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. പിന്നെ പച്ചമുളക് ദേ ഒരെണ്ണമൊക്കെ കായിട്ടിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ ഗാർഡനിലെ കുറേ തക്കാളി മുളച്ച് വന്നപ്പോൾ 2 കൊണ്ട് ടെറസിൽ നട്ടതാണ് കേട്ടോ. ഇപ്പോൾ അതും ദേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, പയ്യെ കായായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ വെണ്ടയും വഴുതനങ്ങയൊക്കെ നട്ടായിരുന്നു. പക്ഷേ ഇത് വെണ്ടയ്ക്കാണ് കേട്ടോ, അങ്ങ് വളരുന്നില്ല, അത്ര വളർച്ച പോരാ. വഴുതന അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേ പയ്യെ പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ ഇവിടെ 2 പച്ചമുളകാണ് കേട്ടോ ടെറസിൽ നട്ടത്. അതിലൊരു പച്ചമുളക് എന്ന് പറഞ്ഞാൽ നിറയെ പൂവിട്ടു. പക്ഷേ 1-2 കായ ഉണ്ടാകുന്നുള്ളൂ, ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോകണം കേട്ടോ. പച്ചമുളക് എന്തോ ഇവിടുത്തെ കാലാവസ്ഥ പറ്റാഞ്ഞിട്ടാണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് ശരിക്കും പിടിക്കുന്നില്ല. ക്യാപ്സിക്കം നല്ലോണം പൂവിടുന്നതനുസരിച്ച് കായ ഉണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മൾ നമ്മുടെ ടെറസിൽ കൃഷി ചെയ്തത്. ഇതൊക്കെ അത്യാവശ്യം നല്ല സക്സസ് ആയി നമുക്ക് കിട്ടി കേട്ടോ. ഇനി നമുക്ക് ഗാർഡനിൽ എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. ഗാർഡനിൽ കുറ്റി ബീൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നിറയെ, ഇതാകെ ഇത്രയും പൊക്കം വയ്ക്കത്തുള്ളേ, പക്ഷെ നിറച്ചും കായ ഉണ്ടാവുന്നേ. അങ്ങനെ നിറയെ കായ ഉണ്ടായി കിട്ടി കേട്ടോ. നമ്മൾ 4 ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. ആ 4 നിറയെ കായായിട്ട് കിട്ടി കേട്ടോ. അപ്പം നല്ല സന്തോഷമായിരുന്നു. നിറച്ചും കായ ഉണ്ടായി. കണ്ടു നോക്കി, ഇലേനേക്കാളും കൂടുതൽ കായ എന്ന് പറയണ പോലെയാണ്. ഇത് കുഞ്ഞനാണെങ്കിലും കുഞ്ഞനയിൽ നിറയെ കായായിരുന്നു കേട്ടോ. ഗബ്രിയാണ് ഇതെല്ലാം നോക്കി നടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബീട്രൂട്ടാണ്. നോക്കിക്കേ, ബീട്രൂട്ട് മണ്ണിൻ്റെ മുകളിൽ കൂടെ ബീട്രൂട്ട് കാണാൻ പാകത്തിനായി വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും അങ്ങനെ ബീട്രൂട്ടൊന്നും അധികാരം കൃഷി ചെയ്യത്തില്ലല്ലോ നീ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇത് സവോള, പിന്നെ ഇത് ഉരുളൻകിഴങ്ങാണ് ഈ കാണുന്നത്. ഇത് പൂവൊക്കെ ഇട്ട് ചെറിയ കുറ്റിച്ചെടിയായിട്ട് അതിൽ ചെറിയ പൂവൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളി, ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ തക്കാളിയാണ്. തക്കാളി നിറയെ പൂവിട്ടു, അത് നിറയെ തന്നെ കായ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടെറസിനേക്കാളും തക്കാളി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ബീട്രൂട്ടും ടെറസിനേക്കാളും നന്നായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഗാർഡനിലാണ്. ഇത് നമ്മളൊരു സ്ട്രോബെറി മേടിച്ച് നട്ടതാണ് കേട്ടോ. അത് ഇതേ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മത്തനാണ്. ഈ മത്തൻ നിറയെ പൂവിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് നിറയെ കായ ഉണ്ടാവുന്നു. പക്ഷേ ആകെ കിട്ടിയത് ഈ ഒരു കായാണ് കേട്ടോ ഇപ്പോൾ ഇതുവരെ ഉണ്ടായേക്കണം നിലവിൽ. ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോകാൻ കേട്ടോ ചെയ്തേ. ഇത് നമ്മുടെ നീളൻ ബീൻസാണ്. ഇത് നിറയെ പൂവിടുകയും അതുപോലെ തന്നെ നിറയെ കായിടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ നാട്ടിൽ നീളൻ പയർ നട്ടിട്ടുണ്ട് കേട്ടോ. അതങ്ങ് പൊങ്ങി വന്നിട്ടില്ല, ചിലപ്പോൾ കയറി പോരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൃഷി ഏകദേശം സക്സസ് ആണ്. അപ്പോൾ ബാക്കി വിളവെടുപ്പും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.